വിദ്യാവിനയസമ്പന്നേ വിദ്യാച വിനയഃ ച വിദ്യ വിനയൗ. വിദ്യയും വിനയവും, അറിവും എളിമയും. ഇത് രണ്ടും ഒത്തുചേർന്ന പണ്ഡിതൻ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഇതര ജീവജാലങ്ങളിൽ വെച്ച് മനുഷ്യന്റെ മഹിമ വേദപ്രസിദ്ധം. മനുഷ്യരിൽ വെച്ച് വിദ്വാന്റെ മഹിമ ഏറെ. വിദ്വാനിൽ വെച്ച് വിനയമുള്ള വിദ്വാൻ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടതമനാണ് വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ആളിലും വിദ്യ ആത്മനഃ ബോധഃ വിനയഃ ഉപശമഃ. വിദ്യ എന്നുള്ളതിന് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ആത്മനഃ ബോധഃ, ആത്മാവിൻ്റെ ബോധം, ആത്മബോധം എന്നർത്ഥം പറയുന്നു ഇവിടെ. വിനയഃ ഉപശമഃ, ശമിച്ച അവസ്ഥ, ശാന്തമായ അവസ്ഥ. അത് വിനയം. വിദ്യയും വിനയവും ഒത്തുചേർന്നത്, അതാണ് വിദ്യാവിനയങ്ങൾ. അതുള്ളവൻ വിദ്വാൻ വിനീതഃ ച ബ്രാഹ്മണഃ. അങ്ങനെയുള്ളവനിൽ തസ്മിൻ ബ്രാഹ്മണേ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാവിനയ സമ്പന്നനായ പണ്ഡിതനിൽ. പിന്നെയോ ഗവി, ഗോവിൽ പശുവിൽ, ഹസ്തിനി ആനയിൽ, ശുനി ശ്വാവിൽ പട്ടിയിൽ, ശ്വപാകേ ശ്വപാകനിൽ. ശ്വപാകൻ എന്ന് പറഞ്ഞാൽ ശ്വപാകൻ. വേഗം അർത്ഥം പറഞ്ഞേക്കരുത്. പട്ടിയെ പാകം ചെയ്യുന്നവെന്നേ പറയാൻ പാടുള്ളൂ. പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവൻ. അപ്പോ ധർമ്മശാസ്ത്രങ്ങളിൽ വളരെ അസ്വീകാര്യമായി, ഹീനമായി പറയപ്പെട്ടതാണ് പട്ടിയെ കഴിക്കുക എന്നുള്ളത്. മാംസഭക്ഷണത്തെ മുഴുവൻ ഹീനമായി പറയുന്നൊന്നുമില്ല. വിഹിതങ്ങളായ മാംസങ്ങളെക്കുറിച്ച് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദനമുണ്ട്. എന്നാൽ അതിൽ മനുഷ്യന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ലാത്ത മാംസങ്ങളിലാണ് പട്ടിയൊക്കെ പെടുന്നത്. പട്ടി, കോഴി അങ്ങനത്തെ ഒക്കെ വരുന്നത് മനുഷ്യന് പറ്റാത്ത. കോഴി, പട്ടി, പന്നി തുടങ്ങി ഈ മലഭക്ഷികളായിട്ടുള്ള ജന്തുക്കൾ, മലവും അതുപോലുള്ള സാധനങ്ങളും ഭക്ഷിച്ച് ജീവിക്കുന്നതിൻ്റെ മാംസം നിഷിദ്ധത്തിൽപ്പെട്ടതാണ്. കോഴിയൊക്കെ കുക്കുടം പരിവർജയത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കാരണവശാലും കോഴിയിറച്ചി കഴിക്കരുത്. കഴിക്കാവുന്നത് ധാരാളമുണ്ട്. എന്താ പറയുക, ഈ കാട്ടുപന്നി, അതുപോലെ പോത്ത്, അങ്ങനെയൊക്കെ ഉള്ളത്, ആട്, അങ്ങനെയൊക്കെ ഉള്ളത് വിഹിതമാണ്. പിന്നെ മത്സ്യ മാംസം അല്ലേ, മത്സ്യമാംസം അത് വിഹിതമാണ്. അങ്ങനെയുള്ളത്. ശരി, എന്തോ ആട്ടെ. അപ്പം അതിൽ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും, പശു ഉത്തമ സാത്വിക ഭാവത്തോടു കൂടിയ നാൽക്കാലിയാണ്. ഉത്തമ സാത്വിക ഭാവമാണ് പശുവിന്. താമസിക ഭാവമാണ് പൊതുവെ ആനയ്ക്ക്. ആനയാൾ താമസിക്കാനാ അല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ശക്തിശാലിയായ ആളെ ചെറിയൊരു വടിയും കൊണ്ടൊരു കുട്ടിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റണത്. ഒരൊറ്റ ഊത്തൂതിയാൽ പോരെ, അത് കുട്ടി പറക്കില്ലേ? എഴുന്നള്ളത്ത സമയത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നടക്കണതാണ് അമ്പലത്തിൽ. ആനേനെയാണോ എഴുന്നള്ളിക്കണതല്ല ഈ കസവ് ചുറ്റിയിട്ടുള്ള എവരെയാണോ എഴുന്നള്ളിക്കണതെന്ന് കണ്ടാൽ സംശയമാവും. ഇല്ല, കാണാറില്ല. അതിനായിട്ടുണ്ട് ആന എഴുന്നള്ളുന്ന ദിവസം ഒരു കസവൊക്കെ ചുറ്റി ഇങ്ങനെ മുമ്പിൽ വന്ന് ഇങ്ങനെ മുമ്പിൽ കൂടെ നടക്കണം. ആരെ എഴുന്നള്ളിക്കണമെന്ന് നമുക്ക് സംശയമാവും. എന്താ കാരണം? ഇത് അത്രയും താമസികനായത് കൊണ്ടാണ്.
ഒരൊറ്റ അടി കൊടുത്താൽ പിന്നെ നിൽക്കുക ആ ഭാഗത്ത്. തമോ ഗുണത്തിൻ്റെ ആധിക്യ. പിന്നെ ശ്വാവിനെ പാകം ചെയ്ത് കഴിക്കുന്നവൻ. ഇത് പറയാൻ കാരണം പല പുസ്തകങ്ങളിലും ചണ്ടാളനിലും എന്നർത്ഥം കാണും. പല പുസ്തകങ്ങളിലും അടുത്ത ഘട്ടത്തിൽ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഹീനജാതിയാണെന്ന് വേറെ വ്യാഖ്യാനം വരും. വാസ്തവത്തിൽ ആരായിരുന്നു ചണ്ടാളൻ എന്നുള്ളത് ഇന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പോയിട്ടുള്ളത്. പണ്ട് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ബഹിഷ്കൃതരായിരുന്നു. അതായത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരും ആവട്ടെ, തീർത്തും ഹീനങ്ങളായ ചില പ്രവൃത്തികൾ ചെയ്താൽ അവരെ ചണ്ടാള പദവി കൽപ്പിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ അവർക്ക് ഗ്രാമത്തിന് പുറത്തേ ജീവിക്കാൻ പാടുള്ളൂ. ബ്രാഹ്മണൻ ചണ്ടാളനാവാം, ക്ഷത്രിയൻ ചണ്ടാളനാവാം, വൈശ്യൻ ചണ്ടാളനാവാം, ശൂദ്രൻ ചണ്ടാളനാവാം. ആ സമയത്ത് അവർക്ക് ഗ്രാമത്തിനുള്ളിൽ പ്രവേശമില്ല, ജനങ്ങളുമായിട്ട് ചേരാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ചണ്ടാള പദവി വന്നിട്ടുള്ളതെന്ന്. ഈ ബഹിഷ്കൃതരെന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ ചണ്ടാളൻ നല്ല അർത്ഥത്തിൽ വേറെ ഉണ്ട്. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശിവസ്വരൂപം തന്നെയാണ്. രണ്ട് രീതിയിലുണ്ട്. അപ്പൊ ഒരു തരത്തിലും ഹീനജാതി എന്നുള്ള അർത്ഥം അതിനില്ല. പക്ഷേ സ്വപാകൻ എന്നുള്ളതിന് പതുക്കെ എന്ത് ചെയ്യും, പലരും തർജ്ജമ ചെയ്യും ചണ്ടാളൻ. അത് ദോഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വപാകൻ എന്ന് തന്നെ, പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവൻ. അങ്ങനെയുള്ളവരിലെല്ലാം വിദ്വാൻ വിനീത. എന്താണ്? സമദർശിന. പണ്ഡിതാഹ സമദർശിന. പണ്ഡിതന്മാര് സമദർശികളാണ്. സമദർശിയാണ് പണ്ഡിതൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ സപ്തമി വിഭക്തിയാണ് പ്രയോഗിച്ചത്. അല്ലാതെ വിദ്യാവിനയസമ്പന്നായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും പട്ടിയെ പാകം ചെയ്യുന്നവനെയും ഒരുപോലെ കാണുന്നില്ല. കണ്ടാൽ അവന് എന്തൊരു കുഴപ്പമുണ്ടെന്ന് ഉറപ്പാണ്, അല്ലേ? അപ്പൊ സപ്തമി അവിടെ ശ്രദ്ധിക്കണം. എല്ലാവരിലും ഒരു ഉണ്മയെ കാണുന്നു, നാനാത്വത്തിൽ ഏകത്വം കാണുന്നു, വിവിധങ്ങളിൽ ഏകം കാണുന്നു. വിദ്യാവിനയ സമ്പന്നേ ഉത്തമ സംസ്കാരവതി ബ്രാഹ്മണേ സാത്വികേ മധ്യമായാം ച രാജസ്യാം ഗവി സംസ്കാരഹീനായാം അത്യന്തമേവ കേവല താമസേ ഹസ്ത്യാദൗ ച സത്വാദിഗുണൈഃ തജ്ജൈഃ ച സംസ്കാരൈഃ തഥാ രാജസൈഃ തഥാ താമസൈഃ ച സംസ്കാരൈഃ അത്യന്തമേവ അസ്പൃഷ്ടം സമം ഏകം അവിക്രിയം ബ്രഹ്മ ദ്രഷ്ടും ശീലം യേഷാം തേ പണ്ഡിതാഃ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നേ ഉത്തമ സംസ്കാരവതി ബ്രാഹ്മണേ സാത്വികേ മധ്യമായാം ച രാജസ്യാം ഗവി സംസ്കാരഹീനായാം അത്യന്തമേവ കേവലതാമസേ ഹസ്ത്യാദൗ ച സത്വാദിഗുണൈഃ തജ്ജൈഃ ച സംസ്കാരൈഃ തഥാ രാജസൈഃ ച തഥാ താമസൈഃ സംസ്കാരൈഃ അത്യന്തമേവ അസ്പൃഷ്ടം സമം ഏകം അവിക്രിയം ബ്രഹ്മ ദ്രഷ്ടും ശീലം യേഷാം തേ പണ്ഡിതാഃ സമദർശിനഃ. അപ്പൊ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിൽ, ഉത്തമ സംസ്കാരവാനിൽ എന്നർത്ഥം. ഉത്തമ സംസ്കാരവാനിൽ, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ആരാ? സാത്വികനാ, സത്വപ്രധാനിയാ ബ്രാഹ്മണൻ. അപ്പൊ ഉത്തമ സത്വപ്രധാനിയായ ബ്രാഹ്മണനിൽ മധ്യമയായിരിക്കുന്ന, മധ്യമസത്വവും രജസ്സും ചേർന്നതായ പശുവിൽ, മധ്യമസത്വം രജസ്സോട് കൂടി ചേർന്ന് രാജസ്യ രജോമിശ്രമായ സത്വം ഉള്ളതായ പശുവിൽ, പിന്നെയോ
ഗവി സംസ്കാരഹീനായ, സംസ്കാരഹീനയാണ്. പശുവിൽ സംസ്കാരമൊന്നുമില്ല. മനുഷ്യൻ സംസ്കാരവാനാണ്, ഷോഡശ സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നവനാണ്. പശുവിൽ അതൊന്നുമില്ല. അത്യന്തമേവ കേവല താമസേ ഹസ്ത്യാദോ, തീർത്തും തമപ്രധാനമായിരിക്കുന്ന ആന തുടങ്ങിയവയിൽ. ഏത് ആന തുടങ്ങിയവ? ഹസ്തിനി, ശുനി, ശ്വപാകേ, മൂന്നും. സത്വാദിഗുണൈ തജ്ജൈ സംസ്കാരൈ തഥാ രാജസൈ ച താമസൈ സംസ്കാരൈ അത്യന്തമേവ അസ്പൃഷ്ടം. സത്വത്താലോ രജസിനാലോ തമസിനാലോ അത്യന്തം അസ്പൃഷ്ടമായ ബ്രഹ്മത്തെ കാണുന്നു. എന്താ അത്യന്തം അസ്പൃഷ്ടമായ ബ്രഹ്മത്തെ കാണുന്നു പറഞ്ഞ അർത്ഥം? ഒരല്പവും തന്നെ ഗുണങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത ബ്രഹ്മത്തെ കാണുന്നു, പരമസത്യത്തെ കാണുന്നു. എല്ലാത്തിലും ഉണ്മയായി വിലസുന്നത് ഒരു സത്യമാണ് എന്ന് കാണുന്നു. വ്യക്തമാണല്ലോ. അതാണ് ഈ ഗുണങ്ങൾ സാത്വികമോ രാജസികമോ താമസികമോ ആയ ഭാവങ്ങളാൽ അത്യന്തം അസ്പൃഷ്ടമായ, സ്പർശിക്കപ്പെടാത്ത ബ്രഹ്മത്തെ കാണുന്നു എന്ന് വെച്ചാൽ സാത്വികനിൽ സത്വഗുണസ്തമോ രഹിതമായ ബ്രഹ്മമാണ്, രാജസികനിൽ സത്വരജസ്തമോ ഗുണരഹിതമായ ബ്രഹ്മമാണ്, താമസികനിൽ സത്വരജസ്തമോ ഗുണരഹിതമായ ബ്രഹ്മമാണ് എന്ന് കാണുന്നു. എല്ലാവരിലും ഒരു ഉണ്മയെ, ഒരു അസ്തിത്വത്തെ, ഒരു സത്തയെ കാണുന്നു. എല്ലാവരെയും ഒരുപോലെയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരിലും ഒന്ന് കാണുന്നു. പലപ്പോഴും ഇത് സപ്തമിയാണെന്ന് മറന്നിട്ട് ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സപ്തമിയാണെന്ന് മറന്ന് വ്യാഖ്യാനിക്കുക. ഇവരൊക്കെ ഒരുപോലെ കാണണം, എല്ലാവരെയും ജ്ഞാനി ഒരുപോലെയാണ് കാണുന്നത്. അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനാണ്. എല്ലാവരും ഒരുപോലെ കാണുക പറഞ്ഞാൽ എല്ലാം എങ്ങനെ ഒരുപോലെ ആവുക? ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ പോലെ വേറൊരാളുണ്ടോ? ഇല്ല, ഒക്കെ വേറെ വേറെ വേറെയാണ്. എന്നാൽ എല്ലാവരിലും ഒരു ഉണ്മയാണ്, ഒരു സത്തയാണ്. ആ രീതിയിൽ വേണം കാണാൻ, അല്ലാതെ വയ്യ. ഓരോ ഉപാധിയിലൂടെയും പ്രകാശിക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടറിയുന്നു. അങ്ങോട്ട് പറയാം, ഓരോ ഉപാധിയിലൂടെയും പ്രകാശിക്കുമ്പോൾ ഉള്ള വ്യത്യാസം കണ്ടറിയുന്നു. എന്നാൽ പ്രകാശിക്കുന്ന സത്യം ഒന്നാണെന്ന് അറിയുന്നു. അത്രയേ ഉള്ളൂ. അതാണ് സമദർശികൾ. നനോ അഭോജ്യന്നാതേ ദോഷവന്തഃ സമാസമാഭ്യാം വിഷമ സമേ പൂജാതഃ ഇതി സ്മൃതേഃ. നതേ ദോഷവന്തഃ കഥം? നനു അഭോജ്യന്നാ തേ ദോഷവന്തഃ സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ ഇതി സ്മൃതേഃ. ഓ, അങ്ങനെയാണോ? എങ്ങനെ? വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്യുന്നവനിലും സമദർശിയാണ് വിദ്വാൻ എന്നാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ അവർ അഭോജ്യാന്നന്മാരാണ്. അവർ അഭോജ്യാന്നന്മാരെന്ന് പറഞ്ഞാൽ അവരെടുത്ത് പോയിട്ട് ശാപ്പാട് കഴിക്കാൻ കൊള്ളില്ല. അധാർമികരാണ് അവർ. ഈ വിഷയം വരുന്നത് അങ്ങനെയുള്ള യജമാനൻ അഭോജ്യാന്നനാണെന്നാണ്. അപ്പൊ യാഗവിശേഷങ്ങൾ നടക്കുന്ന സമയത്ത് യജമാനൻ എല്ലാ ശ്രേഷ്ഠന്മാരായ വിദ്വാൻമാരെയും ക്ഷണിച്ച് കൊണ്ടുവന്ന് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവിടെ ചെല്ലാൻ വേണ്ടി തയ്യാറായിട്ട് ധാരാളം വിദ്വാൻമാർ പോകും, പണ്ഡിതന്മാരായിട്ടുള്ളവർ.
അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പൂജിച്ചിരുത്തി സ്വീകരിച്ച് ആദരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് ദക്ഷിണ കൊടുത്ത് പറഞ്ഞയക്കണം. ആര്? യജമാനൻ. യജമാനൻ എന്ന് പറഞ്ഞാൽ യാഗത്തിൻ്റെ യജമാനൻ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ശുദ്ധി പാലിക്കണവരുടെ അടുത്തേ പോയിട്ട് കഴിക്കാൻ പറ്റൂ, ധാർമ്മികരുടെ അടുത്തേ പോയിട്ട് കഴിക്കാൻ പറ്റൂ. അപ്പോൾ പാപികളായിട്ടുള്ള, പാപകർമ്മങ്ങൾ ചെയ്തിട്ട് ദുഷ്ടന്മാരായിട്ടുള്ള, ദോഷയുക്തന്മാരായിട്ടുള്ളവർ അഭോജ്യാന്നന്മാരാണ്. അവർ തരുന്ന ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല. ഇത് സന്യാസിയുടെ നിയമമല്ല കേട്ടോ. സന്യാസിയെ സംബന്ധിച്ച് ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യം ആചര്യരുന്ന, എല്ലായിടത്തും പോയിട്ട് ചാപ്പാട് അടിച്ചോളുന്ന, ഒരു വിരോധവും ഇല്ല. സന്യാസിയുടെ നിയമം. എന്നാൽ മറ്റ് വിദ്യാർത്ഥികൾ, നൈഷ്ഠിക ബ്രഹ്മചാരിമാർ, കർമ്മികൾ അങ്ങനെയല്ല. അവർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ നോക്കിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. എല്ലാ ഭക്ഷണം വാരി വലിച്ച് കഴിക്കരുത്. തരുണവരുടെ ശുദ്ധി വേണം, നോക്കണം. അല്ലെങ്കിൽ അന്നദോഷം ബാധിക്കും. അതുകൊണ്ട് പറയുകയാണ് തേ അഭോജ്യാന്നാഹ. ശങ്കരാചാര്യ സ്വാമികളല്ലത് പറയണത്, ഇത് പൂർവപക്ഷാണ്. അവർ മഹാപാപികളാണ്. ആര്? നിങ്ങളീ പറഞ്ഞ പണ്ഡിതന്മാർ പാപികളാ, ദുഷ്ടന്മാരാ. എന്താ കാരണം? തേ ദോഷവന്ത, അവർ ദോഷമുള്ളവരാണ്. ദോഷമുള്ളവരെ ദുഷ്ടന്മാർ, ദുഷിച്ചവർ, ദോഷമുണ്ടവർക്ക്. പണ്ഡിതന്മാർ ദോഷമുള്ളവരാ. അതെന്താ കാരണം? സമാസമാഭ്യാം വിഷമസമേ പൂജാത ഇത് സ്മൃതേഹേ. ഗൗതമധർമ്മസൂത്രങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. സമാസമാഭ്യാം വിഷമസമേ പൂജാത, എന്തൊക്കെ ചെയ്താൽ യജമാനന് ദോഷം സംഭവിക്കും എന്ന് പറയുന്ന പ്രകരണമാണ്. ഇവിടെയല്ല, ഗൗതമധർമ്മസൂത്രങ്ങളിൽ. ഇപ്പോൾ ഗൗതമധർമ്മസൂത്രങ്ങളിൽ വളരെ പ്രാമാണികമായിട്ടുള്ള ഒരു ധർമ്മശാസ്ത്രമാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ ചെയ്താൽ യജമാനന് ദോഷം ഉണ്ടാവും. ദോഷമുള്ള യജമാൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ ചെയ്താൽ യജമാനന് ദോഷം ഉണ്ടാവും എന്നുള്ളടത്ത് പറയുന്ന ഒരു സൂത്രമാണ് ഇത്. ഇതുപോലെ കുറേ ഉണ്ട്, കുറേ ഘടകങ്ങളുണ്ട് യജമാനന് ദോഷം ഉണ്ടാക്കുന്നത്. അതിലൊന്നാണ് ഈ സമാസമാഭ്യാം വിഷമസമേ. സമാസവന്മാർ ഉള്ള കൂട്ടത്തിൽ, സമാസവന്മാരുടെ കൂട്ടത്തിൽ വിഷമസമേ പൂജാത, വിഷമസമേ പൂജാത. അപ്പോൾ ഇത് ഉദ്ദേശിക്കണം എന്താണെന്ന് ചോദിച്ചാൽ സൂത്രമാണ്. അതുകൊണ്ട് നേരെ അതിനർത്ഥം മനസ്സിലാക്കേണ്ട താല്പര്യം ഇതാണ്. നമ്മളിപ്പോൾ ഒരു സദസ്സിൽ പൂജിക്കുക എന്ന് വിചാരിച്ചുള്ളൂ ആൾക്കാരെ. അപ്പോൾ ഏറ്റവും ബഹുമാനിക്കേണ്ടവരെ ഏറ്റവും അധികം ബഹുമാനിക്കണം. അത്ര വേണ്ടാത്തവരെ അടുത്ത കാറ്റഗറിയിൽ, അത്ര വേണ്ടാത്തവരെ അടുത്ത കാറ്റഗറിയിൽ. ഇങ്ങനെയാണ് ഇപ്പോൾ എടുത്തത്. എല്ലാവരും ഒരുപോലെ അല്ല നമ്മൾ ചെയ്യുക. അത് കർമ്മ വിഷയത്തിൽ അത് പ്രധാനമായിട്ടുള്ളതാണ്. എല്ലാവരും ഒരുപോലെ അല്ല ചെയ്യുക. അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരോടും ഒരുപോലെയാണ് പൂജിക്കുക? ഒരിക്കലുമല്ല. ഇപ്പോൾ ഇവിടെ തന്നെ ധാരാളം യതിപൂജകൾ നടത്താറുണ്ട്. യതിപൂജ എല്ലാവരും ഒരുപോലെ അല്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ളവരെ അഗ്രാസനത്തിൽ ഇരുത്തും. അങ്ങനെയാണ് അവിടെ. അല്ലെങ്കിൽ പൂജക വ്യതിക്രമം വരും. പൂജിക്കേണ്ടവനെ വേണ്ടതുപോലെ പൂജിക്കാതിരുന്നാൽ പൂജക വ്യതിക്രമം എന്നുള്ള മഹാദോഷം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അതൊക്കെ രാജാവും മന്ത്രിയും കൂടി നടന്നു വരിക. അപ്പോൾ എതിരെ കണ്ടു ഒരാൾ മന്ത്രിനെ പോയിട്ട് അങ്ങേ വലിയ ബഹുമാനമായിട്ട് എന്തൊക്കെയാ വർത്താനം, അങ്ങയെ കണ്ടതുകൊണ്ട് ഞാൻ വളരെ കൃതാർത്ഥനായിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വാളെടുത്ത് കഴുത്ത് വെട്ടും. അവിടെ ആദ്യം രാജാവിനെ പോയി ഒന്ന് ഉപചരിച്ച് ഒന്ന് തൊഴുത് എന്നിട്ട് വേണം മന്ത്രിനോട് വർത്താനം പറയാൻ. വേണ്ടേ? അങ്ങനെയാണ്. ഒരു ചതുർവേദിയും ത്രിവേദിയും ഇരിക്കണ്ടെങ്കിൽ ചതുർവേദീനെ പൂജിച്ചിട്ടേ ത്രിവേദിനെ പൂജിക്കാൻ പാടുള്ളൂ. ത്രിവേദിയും ദ്വിവേദിയും ഉണ്ടെങ്കിൽ ത്രിവേദിനെ പൂജിച്ചിട്ടേ ദ്വിവേദിനെ പൂജിക്കാൻ പാടുള്ളൂ. അത് പ്രോട്ടോക്കോളാണ്. അത് വേണം. പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്താണ്, ഇന്ത്യൻ പ്രസിഡന്റ് വരികയാണ്. ഭാരതത്തിൽ നമ്പർ 1 ഇന്ത്യൻ പ്രസിഡന്റാണ്. പ്രസിഡന്റിന് വ്യക്തിപരമായി ചിലപ്പോൾ പ്രധാനമന്ത്രിയെ ബഹുമാനമായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രിക്ക് എത്താമത്തേ ഉള്ളൂ.
പ്രോട്ടോക്കോള്? 3. രണ്ടാം സ്ഥാനം ഇല്ല, 3-ാം സ്ഥാനമേ ഉള്ളൂ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇത്രയേ ഉള്ളൂ. വൈസ് പ്രസിഡന്റ് കഴിഞ്ഞിട്ടേ പ്രധാനമന്ത്രിക്കുള്ളൂ. 4-മത് ഗവർണറാണ്. ഏത് ഗവർണർ? ആ സ്റ്റേറ്റിന്റെ ഗവർണർ. സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി 5-മതേ വരൂ. അപ്പോൾ നമുക്ക് ആ പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യം ചെയ്യാൻ പറ്റൂ. ഒരു സദസ്സ് നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് മുഖ്യമന്ത്രിനെ ആദ്യം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ വിവരറിയും. സംഗതി ജയിലിലാവുന്ന കേസാ പ്രോട്ടോകോൾ തെറ്റിച്ചാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും ശപാകനെയും ഒരുപോലെ കണ്ടാൽ എന്തായി? പൂജ്യപൂജക വ്യതിക്രമം എന്നുള്ള ദോഷം വന്നു. ആ ദോഷം ചെയ്ത യജമാനന്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നേരത്തെ സന്ദർഭവശാൽ ഇവിടെ ഈ സദാശിവ ബ്രഹ്മേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ഒരു പാട്ട് പറയുകയുണ്ടായി, തുങ്കതരംഗേ ഗംഗയെന്ന്. പറഞ്ഞതാണ്, പാടിയതല്ല. പാടിയാൽ നിങ്ങൾ ഇവിടുന്ന് ഓടിയിട്ട് രക്ഷപ്പെടാൻ വഴി കാണില്ല. കാരണം 3 വാതിലേ ഉള്ളൂ ഇവിടുന്ന് രക്ഷപ്പെടാൻ. അത്ര ഗംഭീര പാട്ടാണ് എൻ്റെ അത്. അതായത് സന്ദർഭം ഏതാന്ന് ചോദിച്ചാൽ വലിയൊരു സഭയാണ്. അവിടെ നാട്ടിലേറ്റവും പ്രമാണിയായിരിക്കുന്ന ജമീന്ദാരാണ്. വിദ്വാൻമാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. വലിയ ചടങ്ങുകളുണ്ട്. ക്ഷണിക്കപ്പെട്ട വിദ്വാൻമാരാണ്. അപ്പം ക്ഷണിക്കപ്പെട്ട വിദ്വാൻമാർ വേദപാഠമൊക്കെ കഴിഞ്ഞു, രാവിലത്തെ ചില ചടങ്ങുകൾ കഴിഞ്ഞു, പൂജകൾ കഴിഞ്ഞു, കുളിക്കാൻ പോയി. എല്ലാവരും കുളിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിന് മുമ്പ്, കുളിച്ച് കഴിഞ്ഞാൽ കുളി ദേവാലയം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അതിനുള്ള സമയത്ത് വളരെ വിശന്ന് വലഞ്ഞൊരു വൃദ്ധൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഭക്ഷണം തരണം, ഞാൻ ഇപ്പോൾ ചത്തുപോകും. അയ്യോ, ഇതിന് പ്രത്യേക ബ്രാഹ്മണ ഭോജനമാണ്, ഒട്ടും വൈകാതെ ബ്രാഹ്മണ ഭോജനം കഴിഞ്ഞിട്ട് അങ്ങേക്ക് ഭക്ഷണം തരാം. അദ്ദേഹം പറഞ്ഞു, അയ്യോ പറ്റില്ല, ഞാനിപ്പോൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, ഇപ്പം ഞാൻ ചത്തു വീഴും, അതിനു മുമ്പ് എനിക്ക് ഭക്ഷണം തരണം. അപ്പോൾ ജമീന്ദാർ വിചാരിച്ചു, ഇദ്ദേഹം ഒരു വൃദ്ധനല്ലേ, വിശക്കണമുണ്ട്, ഇപ്പോൾ കൊടുക്കാം ഭക്ഷണം. മറ്റൊരെന്തായാലും കുളിച്ച് വരികയല്ലേ ഉള്ളൂ, അവർ കുളിച്ച് വന്നാൽ തന്നെ ചില വെടിവത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം കഴിച്ചൊക്കെ ശുദ്ധമായി പോയിക്കോളും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത് അദ്ദേഹം കഴിച്ച് തീരാനാകുമ്പോൾ ഉണ്ടാവുക എല്ലാവരും കൂടി വരണം. അവർ കണ്ടു, അത്യന്ത ക്രുദ്ധരായി. ഞങ്ങൾക്ക് ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം തരുന്നതിന് മുമ്പ് എവന് ഭക്ഷണം കൊടുത്തിരിക്കുകയാണോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ല. ഇതാണ് പൂജ്യപൂജക വ്യതിക്രമം വന്നു, വിഷമപൂജ വന്നു, ഭക്ഷണം കഴിക്കില്ല. ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ചടങ്ങ് മുഴുവൻ നശിച്ചു. രാവിലെ ചെയ്ത കർമ്മങ്ങളുടെ പരിസമാപ്തി വരണമെങ്കിൽ അവർക്ക് ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ ഭക്ഷണാനന്തരമാണ്. അപ്പോൾ അദ്ദേഹം കൈകൂപ്പി അവരോട് പറഞ്ഞു, ദയവീത് ക്ഷമിക്കണം, ഇത്രയും വിശപ്പുണ്ടായിട്ടുകൊണ്ടാണ് കൊടുത്തത്, ഭഗവാൻ തന്നെയല്ലേ, അതുകൊണ്ടാണ് കൊടുത്തത്, അനങ്ങാൻ പറ്റില്ല, ഞങ്ങളെ മുഴുവൻ നീ അപമാനിച്ചിരിക്കും, ഇത്രയും വലിയ വിദ്വാൻമാരെ നീ അപമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ ചില ബിരുദന്മാരുണ്ട് ഈ വന്ന കൂട്ടത്തിൽ, അവർക്കിപ്പോൾ 2 മനസ്സായി. എന്താ അത്, ഇയാൾ വലിയ സമ്പന്നനാണ്, അപ്പോൾ എന്തായാലും ലഭ്യം നല്ലോണം കിട്ടുമെന്ന് ഉറപ്പാണ്, ദക്ഷിണ നല്ലോണം കിട്ടും. അപ്പോൾ അതായത് പണക്കിയാൽ അതൊരു വിഷമം. പക്ഷെ ഇതിലോട്ട് കഴിക്കാനും പറ്റില്ല, ഇത് കഴിക്കാനും പാടില്ല. അപ്പോൾ ആകെ പ്രശ്നമായി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോയി ഗംഗയിൽ സ്നാനം ചെയ്ത് വന്നാൽ നിന്റെ ഭക്ഷണം കഴിക്കാം. ഇതെവിടെയാണ് സംഭവം നടക്കുന്ന സ്ഥലം? തമിഴ്നാട്. തമിഴ്നാട്ടിൽ തഞ്ചാവൂരിനടുത്താണ്. അപ്പം തഞ്ചാവൂരിൻ്റെ അടുത്തുനിന്ന് ഗംഗയിൽ പോകണമെങ്കിൽ എത്ര രൂപ പോകണം? ഗംഗ പോണത് ഗംഗോത്രിന്ന്, ഗോമുഖി, ഗംഗോത്രി, അങ്ങനെ ഹരിദ്വാർ, ഋഷികേശ്, അങ്ങനെ വന്ന് ഒഴുകി 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 പ്രയാഗ വഴി അങ്ങോട്ട് കൊൽക്കട്ട വഴി ഗംഗാസാഗറിൽ പോവുകയാണ്. അപ്പം ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങോട്ട് ബംഗാൾ, അങ്ങനെയാണ് പോണത് ഗംഗയുടെ പോക്ക്.
ഈ തമിഴ്നാട്ടിൽ നിന്ന് പോണേ അക്കാലത്ത് അവിടെ പോയി കുളിച്ച് വന്നാലേ ഇവർ കഴിക്കുള്ളൂ. ഇദ്ദേഹം ബോധം കെട്ട് വീണു. കാരണം ഇത് അച്ഛൻ്റെ ഒരു വിശേഷ ചടങ്ങെന്തോ ആണ്. ബോധം കെട്ട് വീണു. അതെ, ഈ സമയത്ത് എവിടുന്നറിയില്ല അവധൂത മഹാത്മാവായിട്ടുള്ള സദാശിവ ബ്രഹ്മേന്ദ്രൻ അവിടെ എത്തുകയാണ് പാട്ടും പാടിയിട്ട്. ആ സമയത്ത് അപ്പൊ പാടിയ പാട്ടാണ് ഈ പാട്ട്. തുങ്കതരംഗേ ഗംഗേ. ഗംഗയിലാണല്ലോ കുളിക്കേണ്ടത്. ഗംഗയിൽ കുളിച്ച് വന്നാലല്ലേ ആവുള്ളൂ. തുങ്കതരംഗേ ഗംഗേ എന്നുള്ള പാട്ട് പാടി. ഈ പാട്ട് പാടിയ സമയത്ത് കിണർന്ന് വെള്ളം പൊന്തി എന്നാണ് ഇയാളുടെ കിണർന്ന്. ഈ പാട്ട് പകുതിയാവുമ്പോഴത്തേക്ക് കിണർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇയാൾ കിടക്കണയിലത്ത് കൂടെ തന്നെ ഒഴുകി. ആരാ ഒഴുകിയത്? സാക്ഷാൽ ഗംഗ. അതാണ്. മത്സ്യങ്ങളും ആമകളും ഒക്കെ നിറഞ്ഞ് അങ്ങനെ ഗംഗ ഒഴുകുക. ആ ഗംഗ തുങ്കതരംഗേ ഗംഗ എന്നുള്ള പാട്ട് കേട്ടോളൂ. അതിമനോഹരമായിട്ട് ബാലമുരളീകൃഷ്ണൻ പാടിയതുണ്ട്. അതിമനോഹരമായിട്ട് ഇന്നെ കേട്ടോളൂ എല്ലാവരും. അപ്പോൾ വെച്ചാൽ കേൾപ്പിച്ചു തരാം. ഞാൻ പാടുന്നു പേടിക്കണ്ട കേട്ടോ. ബാലമുരളീകൃഷ്ണൻ്റെ കേൾപ്പിച്ചു തരാമെന്നാ പറഞ്ഞത്. അപ്പം എന്തായി? ഈ ഗംഗാജലം ഒഴുകിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. ഉടനെ സദാശിവ ബ്രഹ്മേന്ദ്രൻ പ്രഖ്യാപിച്ചു, ഗംഗാജലം ഒഴുകിക്കഴിഞ്ഞു, ഗംഗാ സ്നാനം കഴിഞ്ഞു, എല്ലാവരും ഇരുന്നോളൂ. പിന്നെ ആർക്കും ആക്ഷേപമില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങ് സമ്പന്നമായി തീർന്നു. സമ്പന്നമായി തീർന്നു. അങ്ങനെ ഗംഗയെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന ആളാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ. ആ ഗംഗയൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ അന്നേരം കഴിഞ്ഞു. ഇത് സ്വപ്നത്തിൽ ഒരാളെ അടിച്ചു കൊന്നു, എന്നിട്ടോ നിനക്കെന്താ ശിക്ഷ കിട്ടിയോന്ന് ചോദിച്ചാലോ, അതില്ല, സ്വപ്നത്തിൽ കഴിഞ്ഞു. അത് സ്വപ്നത്തിൽ ഒരാളെ കല്യാണം കഴിച്ചു. എവിടെ നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചാലോ, പത്നിയുടെ എടാ സ്വപ്നത്തിൽ കഴിഞ്ഞു. ഇത് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരവസ്ഥ ഉണ്ടാക്കിയതാ. സംഗീതം കൊണ്ട് അവിടെ ഒരു മായാലോകം ഉണ്ടായി. ആ സംഗീതത്തിന്റെ ഫലമായി ഉണ്ടായ മായാലോകത്തിലാണ് അവിടെ ഗംഗ വന്നത്, അല്ലാണ്ട് ഗംഗ വന്നതല്ല. അദ്ദേഹത്തെ അഭിഷേചനം ചെയ്തു, ശുദ്ധായി, എല്ലാവർക്കും അനുഭവം ഉണ്ടായി. പോരെ, വേറെന്താ വേണ്ടേ? അപ്പൊ ഇത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ അവരെ പൂജിക്കുന്നതിന് മുമ്പ് ഇവരെ പൂജിച്ചപ്പോ എന്തായി? യജമാനൊരു ദോഷം വന്നു. ഇതുണ്ടായത്. അപ്പോ ഈ പണ്ഡിതനായ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും ശുഭാകനെയും ഒരുപോലെ കാണുക എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നാണ് ചോദ്യം. ദുഷ്ടന്മാരല്ലേ ഈ കർമ്മികൾ, ഈ ജ്ഞാനികള് എന്ന് ചോദ്യം. നതേ ദോഷവന്തഃ, ഏയ് നീ അങ്ങനെ പറയാൻ പാടില്ല, അവര് ദോഷവാന്മാരല്ല. കഥം, എന്തുകൊണ്ട്, എങ്ങനെ? നോക്കൂ. നനു അഭോജ്യന്നാഹ തേ ദോഷവന്തഃ സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ ഇതി സ്മൃതേഃ ന തേ ദോഷവന്തഃ. കഥം? ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹ ഏവ തൈഹി ജിതഃ സർഗഃ. തൈഹി ഇഹ ഏവ സർഗഃ ജിതഃ. ഇവിടെ തന്നെ അവരാൽ സർഗം ജയിക്കപ്പെട്ടിരിക്കുന്നു. സർഗം സൃഷ്ടി. സൃജ്യന്തേ അസ്മിനിതി. യാതൊന്നിൽ സകല ജീവരാശികളും സൃഷ്ടിക്കപ്പെടുന്നുവോ അതാണ് സർഗം. സൃജു ധാതു. എല്ലാ ജീവികളും എവിടെയാണോ സൃഷ്ടിക്കപ്പെടുന്നത് സർഗം. അപ്പൊ ഇവിടെ തന്നെ അവരാൽ സർഗം ജയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ തന്നെ അവരാൽ സൃഷ്ടിചക്രം ജയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ തന്നെ അവരാൽ സംസാരം ജയിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ?
ഇവിടെ ഈ ജന്മത്തിൽ മരിച്ചു കഴിഞ്ഞിട്ടല്ല, മോക്ഷം മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഇഹൈവ, ഇവിടെ തന്നെ, ഈ മനുഷ്യജന്മത്തിൽ തന്നെ, മനുഷ്യനായി ഇരിക്കുമ്പോൾ തന്നെ അവരാൽ ജന്മം ജയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവർക്ക് ജന്മമില്ല. ആർക്ക്? യേഷാം, ആരാൽ, ആരുടെ മനഃ, മനസ്സ്, സാമ്യേ സ്ഥിതം, സമത്വത്തിൽ സ്ഥിതമാണോ, സമത്തിൽ സ്ഥിതമാണോ, സമഭാവത്തിൽ സ്ഥിതമാണോ, സമം ബ്രഹ്മമാണ്. അപ്പോ ഇവിടെ പറഞ്ഞത് എന്താ? വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും തുടങ്ങി അങ്ങോട്ട് ശുപാകനിൽ വരെ സർവരിലും സമത്തെ കാണുന്നു എന്നാ പറഞ്ഞത്. ആ സമത്തിൽ ബുദ്ധി ഉറച്ചവര് ഇവിടെ തന്നെ ജന്മത്തെ ജയിച്ചിട്ടുണ്ട്. അവർ ഈ സംസാരത്തെ അതിക്രമിച്ചിട്ടുണ്ട്. ഇഹൈവ, ഇവിടെ തന്നെ, അവർക്ക് മരണമില്ല. അതാണ് ഇഹൈവ തൈർജിത സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സ് സാമ്യത്തിൽ ഉറച്ചിട്ടുണ്ടോ, സാമ്യത്തിൽ ഉറച്ചിട്ടുണ്ടോ. പറയാൻ എളുപ്പമാണ്. എൻ്റെ മനസ്സ് സാമ്യത്തിൽ ഉറച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒന്ന് വന്നു നോക്കണം, അപ്പൊ കാണാം, അല്ലേ? ഹി, യാതൊരു സംശയവും ഇല്ല, നിർദോഷം സമം ബ്രഹ്മ, ബ്രഹ്മ നിർദോഷം സമം ച, നിർദോഷവും സമവുമാണ് ബ്രഹ്മം. ദോഷരഹിതമാണ്, അവിദ്യാദി ലേശരഹിതമാണ്, സമമാണ്, സർവത്ര സമമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ലക്ഷണ പറഞ്ഞത് നിർദോഷം സമം ബ്രഹ്മ. നിർദോഷമാണ്, സമമാണ് ബ്രഹ്മം. തസ്മാത്, അതുകൊണ്ട്, തേ, അവർ, ആരുടെ മനസ്സ് സമത്തിലാണോ അവര് ബ്രഹ്മണി സ്ഥിതാഹ, ബ്രഹ്മത്തിൽ സ്ഥിതന്മാരാണ്, ബ്രഹ്മനിഷ്ഠന്മാരാണ്. അപ്പൊ ബ്രഹ്മനിഷ്ഠന്റെ ലക്ഷണം സമത്തിൽ ഉറച്ചു എന്നുള്ളതാണ്. സമത്തിൽ ഉറച്ചവൻ ബ്രഹ്മനിഷ്ഠനാണ്. ആ ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് അവനിൽ ദോഷമുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവൻ ഈ സംസാരത്തെ തന്നെ അതിക്രമിച്ചിരിക്കുക. നീ അവന് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നീ എന്ത് പറഞ്ഞാൽ അവന് യാതൊരു കുഴപ്പമില്ല. വലിയ ദോഷാരോപണം വന്നു. ചെറിയ ദോഷാരോപണമല്ല, കാക്കശ്ശേരിയുടെ പേരിലാണ്. എന്താ കാക്കശ്ശേരിയുടെ പേരിലുള്ള ദോഷാരോപണം? ഇയാൾ സന്ധ്യാവന്ദനം ചെയ്യണില്ല, രാവിലെ എണീറ്റ് കുളിക്കണില്ല, നമസ്കരിക്കണില്ല, ഗായത്രി ജപിക്കണില്ല, സന്ധ്യാവന്ദനം ചെയ്യണില്ല. പ്രശ്നമായി. കാക്കശ്ശേരിയെ പോലത്തെ വിദ്വാനോട് പറയാൻ ആർക്കാ ധൈര്യമുള്ള? അവസാനം അവിടുത്തെ ആൾക്കാർ സഭ കൂടി, രണ്ടുപേരെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തോട് പോയി സംസാരിക്കാൻ. അവരുടെ ഒരു ദുരവസ്ഥത്തെ ആലോചിച്ച് നോക്ക്. പോകുമ്പം മുട്ടടിക്കൽ പറക്കില്ലേ കാല്? ഇത്രയും വലിയൊരു വിദ്വാന്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോകുമ്പോൾ അവൻ പറയേണ്ടത് ദോഷാരോപണ. നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഇവിടുത്തെ നമ്പൂതിരി സഭ ദോഷം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് അറിയിക്കാൻ വന്നതാണെന്നൊക്കെ പറയണ്ടേ? അവസാനം പാവങ്ങൾ പോയി പട്ടേരിയോട് പറഞ്ഞു, സന്ധ്യാവന്തനമൊന്നും ചെയ്യണില്ല എന്നാണല്ലോ കേൾക്കണത്. അതെങ്ങനെയാ ഇപ്പൊ സന്ധ്യാവന്തനം ചെയ്യുക? അപ്പൊ ഇവർക്കത് കളിയാക്കണ പോലെയാ തോന്നുക. കാരണം കാക്കശ്ശേരിനെ പോലെ സർവവേദ പണ്ഡിതൻ എങ്ങനെയാ സന്ധ്യാവന്തനം ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതൊരു അവമാനിക്കണ പോലെയല്ലേ തോന്നുക? ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയ ഉനസ്തഃ കഥം സന്ധ്യാമുപാസ്മഹേ. ഇതാണ് ചോദ്യം. ഹൃദാകാശേ ചിദാദിത്യ, ഹൃദയമാകുന്ന ആകാശത്തിൽ ജ്ഞാനമാകുന്ന സൂര്യൻ സദാഭാതി, എപ്പോഴും പ്രകാശിക്കുന്നു, നിരന്തരം, അന്തരല്യ. അതുകൊണ്ട് ഉദയാസ്തമയ ഉനസ്തഃ, ഉദയവും ഇല്ല അസ്തമയവും ഇല്ല. ഉദയോ അസ്തമയം ഇല്ലാത്ത സന്ധ്യ ഉണ്ടാവുമോ? സന്ധ്യ ഇല്ലാച്ച പിന്നെ കഥം സന്ധ്യാമുപാസ്മഹേ, പിന്നെ നമ്മൾ എങ്ങനെയാ സന്ധ്യാവന്തനം ചെയ്യുക? സന്ധ്യ ഉണ്ടായിട്ട് വേണ്ടേ? ഇവര് തല താഴ്ത്തി തിരിച്ചു പോരല്ലാണ്ട് എന്ത് ചെയ്യാനാ? അപ്പൊ അവർക്ക് പാപമില്ല, പുണ്യമില്ല, അവര് ദ്വന്ദ്വാതീതരാണ്.
സർഗത്തെ തന്നെ ജയിച്ചവർക്ക് എന്ത് പാപം? അതുകൊണ്ട് ഈ സമാസമാഭ്യാം വിഷമസമേ പൂജാതഹ എന്നുള്ളത് ഗൗതമധർമ്മസൂത്രമൊന്നും ബ്രഹ്മജ്ഞാനിയുടെ അടുത്തേക്ക് കൊണ്ടുവരരുത് എന്നർത്ഥം. അവരതിൻ്റെ മേഖലയ്ക്ക് അപ്പുറത്താണ്. ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത എന്ന് ഗീത തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഗത്തിൻ്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തിൻ്റെ വിധിനിഷേധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതന്മാരാണ്. അതാണ്. ഓ